കൊള്ളാം, നല്ല മൂവിയാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു. അടിപൊളിയായിട്ട് ശരിക്കും ഒരു ഫാമിലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി. ഒരു നല്ലൊരു മെസ്സേജ്, ഒരു ലാഗും ഇല്ല. നമ്മൾ ടോട്ടൽ എൻജോയ് ചെയ്യാവുന്നൊരു 100% എല്ലാവർക്കും കാണാൻ പറ്റും. നല്ലൊരു മൂവി, നല്ലൊരു മെസ്സേജ്, അടിപൊളി. നോ കമ്പാരിസൺ, ബട്ട് ഗുഡ് മെസ്സേജ് ടു ദം. ഗുഡ് മെസ്സേജ്, നല്ലൊരു മെസ്സേജ്, എല്ലാവർക്കും കാണാൻ പറ്റും. നന്നായിരുന്നു. താങ്ക് യു. ഉണ്ണിമുകുന്ദൻ്റെ ഒരു നല്ലൊരു നാച്ചുറൽ അഭിനയമാണ്. ഒരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു ഡോക്ടറായിട്ടുള്ള പെർഫോമൻസാണ്. ഒരുപാട് നല്ല ശേഷമാണ് ഒരു ഡോക്ടർ പെർഫോമൻസ് കണ്ടിരിക്കുന്നത്. നല്ലൊരു സിനിമ തന്നെ. ഒരു നിഖില വിമൽ കോംബോ ഒക്കെ വർക്കായിട്ടുണ്ട്. നമുക്കൊരു ചില്ലായിട്ട് വൈബായിട്ടും കാണാൻ പറ്റുന്ന ഒരു പക്ക ക്ലീൻ എൻ്റർടൈൻമെൻറ്റ്. കുറ്റങ്ങളൊന്നും പറയാനില്ല. ഒരു എന്താ പറയുക, കൊച്ചുങ്ങളില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണേണ്ട മെസ്സേജുള്ള ഒരു ഇന്നത്തെ കാലത്ത് നടക്കുന്നൊരു സംഭവവികാസങ്ങളുള്ള ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ. നല്ല സിനിമയാണല്ലേ? ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ ടിപ്പിക്കൽ ഫാമിലി മാനായിട്ടുള്ള ഒരു എന്താ പറയുക, വയലൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു പക്ക ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസാണ്. ഇതുപോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. മാർക്ക് പോലെ പടങ്ങൾ ചെയ്യല്ലേ എന്ന് പറയണം. എനിക്കിഷ്ടമല്ല. ഇത് കുഴപ്പമില്ല. നിഖില വിമൽ കുറച്ചുകൂടി ഇൻ്റർവ്യൂ സീരിയസ് ആണ്, പേഴ്സണൽ ലൈഫ് സീരിയസ്. പക്ഷേ സിനിമയിൽ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് വർക്കായിട്ട് അവർ പോയിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ കൂടെ പണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അച്ചാൻസിൽ വർക്ക് ചെയ്തു. ഫാമിലി എൻ്റർടൈനറാണ്. നിഖില വിമൽ ഉണ്ണിമുകുന്ദൻ്റെ കോമ്പിനേഷൻ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. കോമഡിയും കൂടി ഉണ്ട് അതിൽ. ഫാമിലി എൻ്റർടൈനർ എനിക്ക് തോന്നിയത് നിഖില വിമലും ഉണ്ണിയുടെ കോമ്പിനേഷൻ കാണാൻ യൂത്തിനൊക്കെ രസം ഉണ്ടാവും തോന്നുന്നു. നന്നായിട്ടുണ്ട്. അതാണ് മാർക്കോയും മാളികപ്പുറവും ഒരു വേറൊരു ജോണറല്ലേ. ഇത് ഫാമിലിയും കൂടെ പഴയ ശോഭന മോഹൻലാലൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ പോലെ തോന്നി. ആ ഒരു കാലം പോലെ. അമ്മമാരെല്ലാവർക്കും എന്താ വെച്ചാൽ ഇത് പ്രസവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും കാണേണ്ടതാണെന്നാണ് തോന്നുന്നത്. നിഖില വിമലും ഉണ്ണിയുടെ ഒരു കോമ്പിനേഷനൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. റൊമാൻറ്റിക് കോംബോ. നല്ല പടമാണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം ഭയങ്കര ഇമോഷണലായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. കുട്ടികളില്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ ഇതാകുന്നുണ്ടല്ലോ. അതിൻ്റെ ഇമോഷണലായിട്ട് ശരിക്കും ഭയങ്കര ഇമോഷണലാണ്. തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് മിക്ക പ്രേക്ഷകരും ഇറങ്ങുന്നത്. അവിടെ പിന്നെ ഉണ്ണിമുകുന്ദൻ നല്ലൊരു ഡോക്ടറായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചേക്കണം. മാർക്കോക്ക് ശേഷം വേറൊരു ഡോക്ടറാണ് ഇതിനകത്ത്. ഇമോഷണൽ മൂവിയാണ്. അപ്പോൾ എല്ലാവരും നിഖില വിമൽ നല്ലൊരു വൈഫാണ് ഇതിനകത്ത്. ഉണ്ണിമുകുന്ദൻ്റെ നല്ലൊരു റോളാണ് പുള്ളിക്കാരത്ത് ചെയ്തേക്കുന്നത്. അവർ ഇതിനകത്ത് ഞാൻ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് ഒന്ന് കാണും ഈ പടം. അടിപൊളി മൂവി. അതായത് ഉണ്ണിമുകുന്ദൻ്റെ സെലക്ഷൻ നമ്മൾ എടുത്തു പറയണം. കാരണം നമ്മൾ മാർക്കോ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഈ പടത്തിന് വന്നാൽ ചിലപ്പോൾ ഒരു ഉണ്ണിമുകുന്ദൻ്റെ ഫാനായി, മാർക്കോ കണ്ടിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഫാനായി പോയ കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇത് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ അടി എന്ന് പറഞ്ഞ സംഭവമില്ല. ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഇത്. ടോട്ടലി ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഡോക്ടർ ഒരു പേഷ്യൻസിനെ എങ്ങനെ കാണണം, ഒരു മക്കളില്ലാത്ത സ്ത്രീകൾ അവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം. എല്ലാം കൊണ്ടും നല്ലൊരു മൂവി, ഒരു നല്ല അടിപൊളി സൂപ്പർ മൂവി. കണ്ടിരിക്കാം. നല്ല സൂപ്പർ. നമ്മൾ ഒരു നല്ല പടമാണെങ്കിൽ നമ്മൾ നല്ല തന്നെ പറയും, മോശമാണെങ്കിൽ മോശം തന്നെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല. കാരണം നല്ലതാണ് പറയുള്ളൂ. നല്ല പടം എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ട് ആ സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുന്നത്. സോ ഭയങ്കര രസമാണ് അത് കാണുന്നത്. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പ്രിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ പ്രേക്ഷകരെന്ന നിലയിൽ ഞങ്ങൾക്കും ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കും ആളുകളോട് പോയി കാണുമെന്ന് പറയാനുള്ളൊരു ധൈര്യമുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയും. അതെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഉണ്ണി നിഖിലയോടെ ഉള്ള ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഫുള്ളി ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു എല്ലാം കണ്ടിരിക്കാനൊക്കെ. പിന്നെ ഭയങ്കര കളർഫുൾ. അതെ, ഭയങ്കര കളർഫുൾ. എല്ലാ ഷോട്ടും എൻറ്റയർ ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. മേ ബി മലയാള സിനിമയിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു അങ്ങനത്തെ ഒരു ഫീല്. അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടിയത്. താങ്ക് യു.